ഇറാനിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തെ പരിഹസിച്ച് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ അവരുടെ ആയുധങ്ങൾ നമ്മുടെ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ പോലെയാണെന്നും ഇറാന് നേരെ നടന്നത് ആക്രമണമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ ഇസ്ഫഹാൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈലുകൾ തൊടുത്തുന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് വിദേശകാര്യമന്ത്രിയുടെ മറുപടി വരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാനു നേരെ ആക്രമണമുണ്ടായത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ അതിർത്തി കടന്നെത്തിയത് ഡ്രോണുകളല്ലെന്നും കളിപ്പാട്ടമാണെന്നുമാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. അത് ഡ്രോണുകളല്ല, കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടമാണത്. ഇതും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. കഴിഞ്ഞയാഴ്ചയാണ് 600-ലധികം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നത്. ഇതിനുള്ള തിരിച്ചടി എന്ന നിലക്കാണ് ഇസ്രായേൽ വെള്ളിയാഴ്ച ഇറാനു നേരെ ഡ്രോണുകൾ തൊടുത്തത്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകാതെ സംഘർഷം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഉന്നത ഇറാനിയൻ നയതന്ത്ര വിദഗ്ധർ വ്യക്തമാക്കിയിരുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും പങ്കുവച്ചത്. പകരം വീട്ടാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ തിരിച്ചടി ശക്തമായിരിക്കും. ഇറാന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്താൽ ഉചിതമായതും അതിവേഗത്തിലുമുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഒരു മുന്നറിയിപ്പാണ്. ഇസ്രായേലിലെ ഹൈഫ, ടെൽ അവീവ് നഗരങ്ങളിൽ തങ്ങളുടെ മിസൈൽ പതിച്ചതായും ഇറാൻ വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ എല്ലാ സാമ്പത്തിക മേഖലകളെയും തങ്ങൾക്ക് ലക്ഷ്യം വെക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിനു തിരിച്ചടിയായാണ് ഇസ്രായേലിൽ ഡ്രോൺ മിസൈൽ ആക്രമണം ഇറാൻ നടത്തിയത്. ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ് ആക്രമണമെന്നായിരുന്നു ഇറാന്റെ നിലപാട്. 7 നയതന്ത്ര ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിന് കാരണമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ നിരസിക്കാനോ ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതേസമയം ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനെതിരെ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. നെതന്യാഹു സർക്കാരിനെ പുറത്താക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക, ബന്ദികളെ തിരികെ എത്തിക്കാൻ സർക്കാർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശനിയാഴ്ച ഇസ്രായേലിലെ തെൽ അവീവിൽ ജനം പ്രതിഷേധിച്ചത്. 133 ഇസ്രായേലികൾ ഹമാസ് തടവിലുണ്ടെന്നാണ് കണക്കുകളെന്നും ഇവരെ മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.